നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നിന്നുള്ള നിർണായകമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ ആകാശ പ്രതിരോധം അഥവാ എയർ ഡിഫൻസ് സിസ്റ്റം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനായി കൂടുതൽ MRSAM സിസ്റ്റങ്ങൾ വാങ്ങാൻ ഇന്ത്യ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. എന്താണ് ഈ MRSAM? ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനങ്ങളിലേക്ക് നീങ്ങുന്നത്? നമുക്ക് പരിശോധിക്കാം. MRSAM എന്നാൽ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ എന്നാണ് അർത്ഥം. അതായത് ഉപരിതലത്തിൽ നിന്ന് വിക്ഷേപിച്ച് ആകാശത്തുള്ള ശത്രു ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഇടത്തരം ദൂരപരിധിയിലുള്ള മിസൈലുകൾ. ഇന്ത്യയുടെ DRDOയും ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും സംയുക്തമായാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇസ്രയേലിൻ്റെ വിഖ്യാതമായ ബാരാക്ക് 8 മിസൈൽ സാങ്കേതികവിദ്യയുടെ ഇന്ത്യൻ പതിപ്പാണിത്. അബ്ര എന്നും ഈ മിസൈൽ അറിയപ്പെടുന്നുണ്ട്. ഈ മിസൈൽ സിസ്റ്റം ഒരു ഗെയിം ചേഞ്ചർ ആണെന്ന് പറയാൻ കാരണങ്ങൾ പലതാണ്. ഏകദേശം 70 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ശത്രു വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ നിഷ്പ്രഭമാക്കാൻ ഇതിന് സാധിക്കും. ശബ്ദത്തേക്കാൾ ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ ഈ മിസൈലിന് കഴിയും. ഒരേ സമയം ഒന്നിലധികം ശത്രു ലക്ഷ്യങ്ങളെ പിന്തുടരാനും തകർക്കാനും ഇതിലെ അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റത്തിന് ശേഷിയുണ്ട്. മഴയോ മഞ്ഞോ രാത്രിയോ എന്ന വ്യത്യാസമില്ലാതെ 360 ഡിഗ്രിയിൽ ഏത് ദിശയിൽ നിന്നും വരുന്ന ഭീഷണികളെയും നേരിടാൻ MRSAM സജ്ജമാണ്. ഇന്ത്യ നിലവിൽ ലഡാക്ക് ഉൾപ്പെടെയുള്ള അതിർത്തികളിൽ കനത്ത സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭാഗത്തു നിന്നുള്ള ആകാശ ഭീഷണികളെ പ്രതിരോധിക്കാൻ നിലവിലുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ യൂണിറ്റുകൾ വ്യോമസേന ആവശ്യപ്പെടുന്നത്. നിലവിൽ വായുസേനയുടെ പക്കൽ ഈ സിസ്റ്റം ഉണ്ടെങ്കിലും രാജ്യത്തിൻ്റെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളെയും സംരക്ഷിക്കാൻ കൂടുതൽ സ്ക്വാഡ്രണുകൾ ആവശ്യമാണ്. കൂടാതെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഈ മിസൈലുകൾ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് എന്നതും അഭിമാനകരമായ കാര്യമാണ്. S-400 പോലുള്ള ലോങ് റേഞ്ച് മിസൈലുകൾക്കൊപ്പം MRSAM കൂടി ചേരുന്നതോടെ ഇന്ത്യൻ വ്യോമാതിർത്തി ഒരു അദൃശ്യ കോട്ടയായി മാറും. ശത്രുക്കളുടെ ഏത് ആക്രമണത്തെയും വഴിയിൽ വെച്ച് തന്നെ തകർക്കാൻ നമ്മുടെ സേനയ്ക്ക് ഇത് കൂടുതൽ ആത്മവിശ്വാസം നൽകും. ഇന്ത്യയുടെ പ്രതിരോധ മേഖല കൈവരിക്കുന്ന ഈ വലിയ മുന്നേറ്റങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ പ്രതിരോധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.